വിൽ ബി. വിൽ ബി ഉപയോഗിച്ചുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ വിൽ ബി ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകൾ പല രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ വിൽ ബി ഉപയോഗിച്ച് സംസാരിക്കാറുണ്ട്. അതേപോലെ തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ വിൽ ബി യൂസ് ചെയ്യാറുണ്ട്. അവിടെ വില്ലും ബിയും ഓക്സിലറി വെർബാണ്, ഹെൽപ്പിംഗ് വെർബാണ്. അതേപോലെ തന്നെ ഫ്യൂച്ചറിലെ പാസീവ് വോയിസുകളൊക്കെ സംസാരിക്കുവാനായിട്ടും നമ്മൾ വിൽ ബി യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ വിൽ ബി യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. ഈ എല്ലാ മെത്തേഡുകളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നില്ല. എല്ലാം പറഞ്ഞാൽ കൺഫ്യൂസ് ആയി പോകും. നമ്മൾ ഇന്ന് പഠിക്കുന്നത് തന്നെ മറന്നു പോകും. നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. വിൽ ബി ഉപയോഗിച്ചുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. അപ്പോൾ ഓർക്കുക, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വില്ല് മാത്രമേ ഉള്ളൂ ഓക്സിലറി വെർബ്, ഹെൽപ്പിംഗ് വെർബ്. ബി മെയിൻ വെർബായിരിക്കും. നമ്മൾ ഏത് സെൻറ്റൻസ് ആണോ പറയുന്നത് അതിലെ മെയിൻ വെർബായിരിക്കും. അതുപോലെ തന്നെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് ഞാൻ പറയാം. അതായത് ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ കാണിക്കുവാനായിട്ടാണ്, പറയുവാനായിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിൽ ബി ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആശയം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചത്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നത്, അല്ലെങ്കിൽ നടക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ വിൽ ബി ഉപയോഗിച്ച് സംസാരിക്കാറുള്ളത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ വേണം. വിൽ ബി ഉപയോഗിച്ച് ഞാൻ ഈ സെൻറ്റൻസുകൾ പറയുമ്പോൾ ഈ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ വേണം. നമുക്ക് ഈ തരത്തിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഐ വിൽ ബി ഇൻ ലണ്ടൻ ടുമോറോ. ഞാൻ നാളെ ലണ്ടനിൽ ഉണ്ടാകും, കാണും, എത്തും. ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, വിൽ ബി ഉപയോഗിച്ച് പറയുന്നത്. ഐ വിൽ ബി ഇൻ ലണ്ടൻ ടുമോറോ. ഞാൻ നാളെ ലണ്ടനിൽ ഉണ്ടാകും, കാണും, എത്തും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ദ ഈവൻറ്റ് വിൽ ബി ഓൺ സാറ്റർഡേ. ഈവൻറ്റ് സാറ്റർഡേയിലായിരിക്കും, സാറ്റർഡേയിലാണ്. ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യമാണ്, തീരുമാനിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വിൽ ബി യൂസ് ചെയ്തിരിക്കുന്നത്. ദ ഈവൻറ്റ് വിൽ ബി ഓൺ സാറ്റർഡേ. ഈവൻറ്റ് സാറ്റർഡേയിലാണ്, സാറ്റർഡേയിൽ ഉണ്ടായിരിക്കും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഡിന്നർ വിൽ ബി റെഡി അറ്റ് 7 PM. ഡിന്നർ 7 മണിക്ക് ഉണ്ടായിരിക്കും, റെഡിയാകും. ഡിന്നർ വിൽ ബി റെഡി അറ്റ് 7 PM. എനിക്ക് ഉറപ്പുണ്ട് 7 മണിക്കുള്ളിൽ ഡിന്നർ റെഡിയാകുമെന്ന്, 7 മണിക്ക് തന്നെ ഡിന്നർ റെഡിയാകുമെന്ന്. അതുകൊണ്ടാണ് ഞാനിവിടെ വിൽ ബി യൂസ് ചെയ്തിരിക്കുന്നത്. ഡിന്നർ വിൽ ബി റെഡി അറ്റ് 7 PM. ഡിന്നർ 7 മണിക്ക് ഉണ്ടാകും, ഉണ്ടായിരിക്കും, കാണും. ഡിന്നർ വിൽ ബി റെഡി അറ്റ് 7 PM. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വി വിൽ ബി അറ്റ് ദ എയർപോർട്ട് ബൈ 6 AM. ഞങ്ങൾ 6 മണിക്ക് മുമ്പ് എയർപോർട്ടിൽ എത്തും. 6 മണിക്ക് മുമ്പ് എയർപോർട്ടിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വിൽ ബി യൂസ് ചെയ്തിരിക്കുന്നത്. വി വിൽ ബി അറ്റ് ദ എയർപോർട്ട് ബൈ 6 AM. 6 മണിക്ക് മുമ്പ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള സെൻറ്റൻസുകൾ ഇനി കണ്ടാൽ നിങ്ങൾ കൺഫ്യൂസ് ആകല്. വിൽ ബിയുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി പ്ലാൻ ചെയ്തത്, നടക്കുമെന്ന് ഉറപ്പുള്ളത്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ വിൽ ബി യൂസ് ചെയ്ത് സംസാരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ദ ന്യൂ പോളിസി വിൽ ബി എഫക്റ്റീവ് ഫ്രം ജൂലൈ. ജൂലൈ മുതൽ പുതിയ പോളിസി എഫക്റ്റീവ് ആകും. അത് ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യമാണ്. ദ ന്യൂ പോളിസി വിൽ ബി എഫക്റ്റീവ് ഫ്രം ജൂലൈ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ദ സ്റ്റോർ വിൽ ബി ഓപ്പൺ ഓൺ സൺഡേ. സൺഡേയിൽ സ്റ്റോർ ഓപ്പൺ ആകുന്നതായിരിക്കും. ദ സ്റ്റോർ വിൽ ബി ഓപ്പൺ ഓൺ സൺഡേ. നെക്സ്റ്റ്, ഐ വിൽ ബി ഹോം ബൈ 5 o'clock. 5 മണിക്ക് മുമ്പ് ഞാൻ വീട്ടിൽ എത്തുന്നതായിരിക്കും.
എത്തും. ഐ വിൽ ബി ഹോം ബൈ 5 o'clock. നെക്സ്റ്റ്, ഹി വിൽ ബി ബാക്ക് ലേറ്റർ. അദ്ദേഹം പിന്നീട് വരും, അവൻ പിന്നീട് വരും. ഹി വിൽ ബി ബാക്ക് ലേറ്റർ, വരുമെന്ന് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് വിൽ ബി യൂസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഹി വിൽ ബി ബാക്ക് ലേറ്റർ, അവൻ പിന്നീട് വരും, വരുന്നതായിരിക്കും. നെക്സ്റ്റ്, ദ സ്റ്റോർ വിൽ ബി ഓപ്പൺ അണ്ടിൽ മിഡ് നൈറ്റ്. മിഡ് നൈറ്റ് വരെ സ്റ്റോറ്, കട തുറന്നിടുന്നതായിരിക്കും, തുറന്നിടും. ദ സ്റ്റോർ വിൽ ബി ഓപ്പൺ അണ്ടിൽ മിഡ് നൈറ്റ്. നെക്സ്റ്റ്, ദ ചിൽഡ്രൻ വിൽ ബി ഓൺ വെക്കേഷൻ ഇൻ ജൂലൈ. ജൂലൈയിൽ കുട്ടികൾ വെക്കേഷനിൽ ആയിരിക്കും. ദ ചിൽഡ്രൻ വിൽ ബി ഓൺ വെക്കേഷൻ ഇൻ ജൂലൈ. നെക്സ്റ്റ്, ദ പാർട്ടി വിൽ ബി അറ്റ് ജോൺസ് ഹൗസ്. പാർട്ടി ജോണിൻ്റെ വീട്ടിൽ വെച്ച് ആയിരിക്കും. പ്ലാൻ ചെയ്തിട്ട് പറയുകയാണ്, ദ പാർട്ടി വിൽ ബി അറ്റ് ജോൺസ് ഹൗസ്. പാർട്ടി ജോണിൻ്റെ വീട്ടിൽ വെച്ച് ആയിരിക്കും, അവിടെയായിരിക്കും പാർട്ടി നടത്തുന്നത്. നെക്സ്റ്റ്, ദ കോൺഫറൻസ് വിൽ ബി ഇൻ ന്യൂയോർക്ക്. കോൺഫറൻസ് ന്യൂയോർക്കിൽ വെച്ചായിരിക്കും, ന്യൂയോർക്കിൽ വെച്ചായിരിക്കും കോൺഫറൻസ് നടക്കുന്നത്. ദ കോൺഫറൻസ് വിൽ ബി ഇൻ ന്യൂയോർക്ക്, ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. നെക്സ്റ്റ്, ദ ഡിന്നർ വിൽ ബി അറ്റ് ദ ന്യൂ റെസ്റ്റോറൻറ്റ്. ഡിന്നർ പുതിയ റെസ്റ്റോറൻറ്റിൽ വെച്ച് ആയിരിക്കും, പ്ലാൻ ചെയ്തതാണ്, നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്. ദ ഡിന്നർ വിൽ ബി അറ്റ് ദ ന്യൂ റെസ്റ്റോറൻറ്റ്. നെക്സ്റ്റ്, ദ ടീം വിൽ ബി ഇൻ ദ ഫൈനൽസ്. ടീം ഫൈനലിൽ ഉണ്ടാകും, കാണും. ദ ടീം വിൽ ബി ഇൻ ദ ഫൈനൽസ്. നെക്സ്റ്റ്, ദ സെമിനാർ വിൽ ബി അറ്റ് ദ കൺവെൻഷൻ സെൻറ്റർ. സെമിനാർ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരിക്കും നടക്കുന്നത്, ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യമാണ്. ദ സെമിനാർ വിൽ ബി അറ്റ് ദ കൺവെൻഷൻ സെൻറ്റർ. സെമിനാർ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരിക്കും, അവിടെ ആയിരിക്കും നടക്കുന്നത്. നെക്സ്റ്റ്, എവറിത്തിങ് വിൽ ബി ഫൈൻ. എല്ലാം ശരിയാകും, ഓക്കെ ആകും. ഈ ഒരു സെൻറ്റൻസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുള്ളൊരു സെൻറ്റൻസാണിത്. എവറിത്തിങ് വിൽ ബി ഫൈൻ, എല്ലാം ഓക്കെ ആകും, ശരിയാകും, അതെനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ വിൽ ബി യൂസ് ചെയ്ത് സംസാരിച്ചിരിക്കുന്നത്. എവറിത്തിങ് വിൽ ബി ഫൈൻ, എല്ലാം ഓക്കെ ആകും, ശരിയാകും. നെക്സ്റ്റ്, ഡോണ്ട് വറി, വിഷമിക്കണ്ട. എവറിത്തിങ് വിൽ ബി ഓക്കെ, എല്ലാം ഓക്കെ ആകും, ശരിയാകും. നെക്സ്റ്റ്, ഐ വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. നിൻ്റെ ഹോംവർക്ക് ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഞാൻ അവിടെ ഉണ്ടാകും, കാണും. ഐ വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. വെൻ വിൽ യു ബി റെഡി. നീ എപ്പോൾ റെഡിയാകും? വെൻ വിൽ യു ബി റെഡി? ഐ വിൽ ബി റെഡി ഇൻ 10 minutes. 10 മിനിറ്റിനുള്ളിൽ ഞാൻ റെഡിയാക്കും. ഐ വിൽ ബി റെഡി ഇൻ 10 minutes. 10 മിനിറ്റിനുള്ളിൽ ഞാൻ റെഡിയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വിൽ ബി യൂസ് ചെയ്തിരിക്കുന്നത്. ഐ വിൽ ബി റെഡി ഇൻ 10 minutes. 10 മിനിറ്റിനുള്ളിൽ ഞാൻ റെഡിയാകും. നെക്സ്റ്റ്, ഹൗ മച്ച് വിൽ ദാറ്റ് ബി? അതിന് എന്താകും, എന്തു വില വരും? വില ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഹൗ മച്ച് വിൽ ദാറ്റ് ബി? അതിനെന്താകും, എന്തു വില വരും? നെക്സ്റ്റ്, ഹൗ മച്ച് വിൽ ഇറ്റ് ബി? ഇതിന് എന്തു വരും, എന്തു വില വരും? ദാറ്റിന് പകരം ഇവിടെ ഇറ്റ് യൂസ് ചെയ്തെന്നേ ഉള്ളൂ. ഹൗ മച്ച് വിൽ ഇറ്റ് ബി? ഇതിന് എന്താകും, എന്തു വില വരും? ഹൗ മച്ച് വിൽ ഇറ്റ് ബി? ദാറ്റ് വിൽ ബി $8. അതിന് $8 ആകും. ദാറ്റ് വിൽ ബി $8. അല്ലെങ്കിൽ ഇറ്റും ചേർത്ത് പറയാം. ഇറ്റ് വിൽ ബി $8. അതിന് $8 ആകും. ഇറ്റ് വിൽ ബി $8. നെക്സ്റ്റ്, വേർ വിൽ യു ബി ടുമോറോ? നാളെ നീ എവിടെ ഉണ്ടാകും, എവിടെ കാണും? വേർ വിൽ യു ബി ടുമോറോ? ഐ വിൽ ബി അറ്റ് വർക്ക്. ഞാൻ ജോലി സ്ഥലത്തുണ്ടാകും, ജോലിയിൽ കാണും. ഐ വിൽ ബി അറ്റ് വർക്ക്. ഐ വിൽ ബി അറ്റ് സ്കൂൾ. ഞാൻ സ്കൂളിലുണ്ടാകും. ഐ വിൽ ബി അറ്റ് സ്കൂൾ. നെക്സ്റ്റ്, വിൽ ഹി ബി ഹിയർ ടുഡേ? അവൻ ഇന്ന് ഇവിടെ ഉണ്ടാകുമോ? വിൽ ഹി ബി ഹിയർ ടുഡേ? യെസ് ഹി വിൽ. അതെ, ഉണ്ടാകും, അവൻ ഉണ്ടാകും. യെസ് ഹി വിൽ. നോ ഹി വോണ്ട്. ഇല്ല, അവൻ ഉണ്ടാകില്ല, അവൻ ഇന്നിവിടെ ഉണ്ടാകില്ല. നോ ഹി വോണ്ട്. നെക്സ്റ്റ്, വേർ വിൽ ദ പാർട്ടി ബി
പാർട്ടി എവിടെ വെച്ചാണ് നടത്തുന്നത്? വേർ വിൽ ദ പാർട്ടി ബി? ഇറ്റ് വിൽ ബി അറ്റ് മൈ പ്ലേസ്. അതെൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും. എൻ്റെ വീട്ടിൽ വെച്ചാണ് പാർട്ടി. ഇറ്റ് വിൽ ബി അറ്റ് മൈ പ്ലേസ്. നെക്സ്റ്റ്, ഹു വിൽ ബി ഇൻ ചാർജ് ഓഫ് ദ പ്രോജക്റ്റ്? പ്രോജക്റ്റിൻ്റെ ചാർജ് ആർക്കായിരിക്കും? ഹു വിൽ ബി ഇൻ ചാർജ് ഓഫ് ദ പ്രോജക്റ്റ്? ടോം വിൽ ബി ദ പ്രോജക്റ്റ് മാനേജർ. ടോം ആയിരിക്കും പ്രോജക്റ്റ് മാനേജർ. ടോം വിൽ ബി ദ പ്രോജക്റ്റ് മാനേജർ. ഇനി പ്രഡിക്റ്റ് ചെയ്ത് പറയുവാനായിട്ട് നമ്മൾ വിൽ ബി യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. പ്രഡിക്റ്റ് ചെയ്ത് നമ്മൾ പറയുമ്പോഴും അത് നടക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് വിൽ ബി യൂസ് ചെയ്യുന്നത്. കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് പാർട്ടി. അതൊരു ഗ്രേറ്റ് പാർട്ടി ആയിരിക്കും. പ്രഡിക്റ്റ് ചെയ്ത് പറയുകയാണ്, എക്സ്പെക്റ്റേഷനാണ്. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് പാർട്ടി. അതൊരു ഗ്രേറ്റ് പാർട്ടി ആയിരിക്കും. നെക്സ്റ്റ്, ദ വെദർ വിൽ ബി സണ്ണി ടുമോറോ. നാളെ സണ്ണി ആയിരിക്കും, കാലാവസ്ഥ ചൂടായിരിക്കും. ദ വെദർ വിൽ ബി സണ്ണി ടുമോറോ. നെക്സ്റ്റ്, ദ കൺസേർട്ട് വിൽ ബി ഫണ്ടാസ്റ്റിക്. കൺസേർട്ട് ഫണ്ടാസ്റ്റിക് ആയിരിക്കും. പ്രഡിക്റ്റ് ചെയ്ത് പറയുകയാണ്, എക്സ്പെക്റ്റേഷനാണ്. ദ കൺസേർട്ട് വിൽ ബി ഫണ്ടാസ്റ്റിക്. നെക്സ്റ്റ്, ദ മീറ്റിംഗ് വിൽ ബി പ്രൊഡക്റ്റീവ്. മീറ്റിംഗ് പ്രൊഡക്റ്റീവ് ആയിരിക്കും. പ്രഡിക്റ്റ് ചെയ്ത് പറയുകയാണ്, ദ മീറ്റിംഗ് വിൽ ബി പ്രൊഡക്റ്റീവ്. നെക്സ്റ്റ്, ദ കേക്ക് വിൽ ബി ഡെലിഷ്യസ്. കേക്ക് ഡെലിഷ്യസ് ആയിരിക്കും. ഒരു കേക്ക് കണ്ടിട്ട് പറയുവാണ്, അല്ലെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പറയുകയാണ്, ദ കേക്ക് വിൽ ബി ഡെലിഷ്യസ്. കേക്ക് ഡെലിഷ്യസ് ആയിരിക്കും. നെക്സ്റ്റ്, ദ റെസ്റ്റോറൻറ്റ് വിൽ ബി ബിസി. റെസ്റ്റോറൻറ്റ് ബിസി ആയിരിക്കും. പ്രഡിക്റ്റ് ചെയ്ത് പറയുകയാണ്, ദ റെസ്റ്റോറൻറ്റ് വിൽ ബി ബിസി. നെക്സ്റ്റ്, ദ ഷോ വിൽ ബി ഇംപ്രസീവ്. ഷോവ് ഇംപ്രസീവ് ആയിരിക്കും. ദ ഷോ വിൽ ബി ഇംപ്രസീവ്. നെക്സ്റ്റ്, ദ ട്രാഫിക് വിൽ ബി ഹെവി ഡ്യൂറിങ് റഷ് അവർ. റഷ് അവറിൽ ട്രാഫിക്ക് കൂടുതലായിരിക്കും, ഹെവി ആയിരിക്കും. ദ ട്രാഫിക് വിൽ ബി ഹെവി ഡ്യൂറിങ് റഷ് അവർ.